ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എക്സിബിഷൻ എത്തിയായിരുന്നു. പക്ഷെ വലിയൊരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ പോയത്. അങ്ങനെ ടിക്കറ്റ് എടുത്തവരുടെയെങ്കിൽ 150 രൂപയായിരുന്നു. പക്ഷെ അകത്തോട്ട് കയറിയതിന് ശേഷം ആ ഒരു ഫീലിംഗ് തന്നെ മാറിയെന്ന് തന്നെ പറയാം. എന്ത് രസമോടെ കാണാനായിട്ട്. അവരവിടെ മയാഗര വെള്ളച്ചാട്ടത്തിന്റെ ഒരു മിനി വെർഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുമോ എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫീൽ തന്നെയല്ലേ. അപ്പോൾ മാക്സിമം എല്ലാവരും അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷികൾ മാത്രമല്ല, അവിടെ സ്നേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. 3 ഫോട്ടോന് 100 രൂപയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ പോയി ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിന് അവിടെ എത്തിയത്. അത് പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആന കരിമ്പൂട്ടിൽ കയറിയ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ ഷോപ്പിലും കയറണം, സമയം എടുത്തിട്ട് ഇറങ്ങും. അനിയത്തിക്ക് പർച്ചേസിങ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തെറ്റാട്ടെ എനിക്കും പർച്ചേസിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ പാറയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത അറിയും, അത്രയും സമയം എടുക്കും ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, പിക്കിളും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നു പുറത്തോട്ട് വന്നു അവിടെ പാനിപ്പൂരി കട കണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനിയത്തി വിടില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഫുള്ള് കഴിച്ചു, അകത്താക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ അവിടെ എത്തിയപ്പോൾ എന്താ, പൈസ കൊടുക്കുക, കളിക്കുക, തോൽക്കുക. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഒന്നിലും കയറാനൊന്നും നിന്നില്ല, നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അനിയത്തിയോട് കുറച്ച് കുട്ടികളൊന്ന് പൈസ ചോദിച്ചു. അപ്പോൾ അനിയത്തി പാവൊന്നും കൊടുത്തു. പക്ഷെ ഒരാൾക്ക് കൊടുത്തപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്നു. പിന്നെ ഞങ്ങളത് എങ്ങനെ പറഞ്ഞ് മാനേജ് ചെയ്ത് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.